ഈ ഒരു കരാറിൽ പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥ അതാണ്, ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇനി മറ്റൊരു ശക്തിയും കടന്നു കയറില്ല എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് തന്നെ വ്യക്തമായി അറിയാമായിരുന്നു ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ പരമോന്നതമായ കാര്യങ്ങളിലേക്കാണ് അമേരിക്ക കടന്നു കയറുന്നതെന്ന് അറിയാമായിരുന്നു എന്ന് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് നല്ല ബോധ്യമുണ്ട് ഞങ്ങൾ ചെയ്ത് എത്ര വലിയ തോന്നിയവാസമാണെന്നുള്ളത്. പക്ഷേ അന്ന് അമേരിക്കയുടെ മുന്നിൽ ഇസ്രായേലിന്റെ സമ്മർദ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇസ്രായേൽ നൽകിയ ഇൻപുട്ടുകളാണ് അമേരിക്കയ്ക്ക് ഇറാനെക്കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏറ്റുമുട്ടിയപ്പോഴാണ് മനസ്സിലായത് ഇസ്രായേൽ പറഞ്ഞതൊന്നുമല്ല യാഥാർത്ഥ്യം. ഇറാൻ എന്ന് പറയുന്നത് വലിയൊരു കടലാണ്, പഠിച്ചെടുക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള അത്രയും പവർഫുള്ളായ തിരയടിക്കുന്ന സുനാമി ഉയർത്താൻ കഴിവുള്ള ഒരു വലിയ സമുദ്രമാണ് ഇറാൻ. അതിലേക്ക് എടുത്തു ചാടി വെറുതെ അപകടം വിളിച്ചു വരുത്തണ്ട എന്നുള്ളത് ട്രംപിന് ചുരുങ്ങിയ കാലം കൊണ്ട് മനസ്സിലായി. അതുകൊണ്ടാണ് ട്രംപ് ഇത്രയും വലിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നത്. സാധാരണഗതിയിൽ അമേരിക്ക ഒരു രാജ്യത്തോട് യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടിട്ട് ഇതുപോലെ വിട്ടുവീഴ്ച ചെയ്ത ചരിത്രമില്ല. വിയറ്റ്നാമിനോടാണ് ഇതിനു മുമ്പ് ഒരു വിയറ്റ്നാം യുദ്ധം ഉണ്ടായ സമയത്താണ് അമേരിക്ക ഇതിനു മുമ്പ് ഒന്ന് തകർന്നത് അല്ലെങ്കിൽ ഒന്ന് പിന്നോട്ട് പോയത്. അതിനുശേഷം അമേരിക്ക ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടത്തിയ ഓപ്പറേഷനുകളിൽ പോലും അവർക്കൊരു പാളിച്ച വന്നിട്ടില്ല. പക്ഷേ ഇവിടെ പാളി. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ പോകുന്നത് ഇസ്രായേലിന് ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ഇസ്രായേൽ ഇപ്പോൾ ലെബനനിലേക്കും അതുപോലെ തന്നെ ഹിസ്ബുള്ള ഗ്രൂപ്പിന് നേരെ അല്ലെങ്കിൽ ഇനി യമനിലേക്ക് ഇപ്പോൾ ഗസയിലേക്ക് ഇസ്രായേൽ ആക്രമണം റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഗസയിൽ 1000-ഓളം പേർ ഇപ്പോൾ അടുത്ത് ആക്രമണത്തിൽ മരിച്ചു എന്നാണ് അനൗദ്യോഗികമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന് തലങ്ങും വിലങ്ങും അടിച്ച് ഇറാനെ എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഈ സമാധാന കരാർ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. അത് എങ്ങനെ ഇറാൻ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ. ഈ കരാറിൻ്റെ ഭാവി അല്ലെങ്കിൽ ഈ കരാർ എങ്ങനെയായിരിക്കും നിലനിൽക്കുക, എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നതനുസരിച്ച് അതിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ നീക്കങ്ങളെ ഇറാൻ എങ്ങനെ പ്രതിരോധിക്കും, ഇറാൻ എങ്ങനെ അതിനെ അതിജീവിക്കും എന്നുള്ളതനുസരിച്ചാണ്. ഇപ്പോൾ ബുദ്ധിപരമായിട്ടാണെങ്കിൽ ഇറാൻ എന്ത് ചെയ്യും? ഇറാൻ നേരിട്ട് കളത്തിലിറങ്ങാതെ ഈ പറയുന്ന ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കും പരമാവധി ആയുധങ്ങളും മറ്റും എത്തിച്ചു കൊടുത്ത് ശക്തമായിട്ട് ഇസ്രായേലിനെ പ്രഹരമേൽപ്പിക്കുക എന്നുള്ളതായിരിക്കും. ഇപ്പോൾ ഈ കരാറിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈലുകളെ കുറിച്ച് എവിടെയും പരാമർശമില്ല. ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കരുത് ഇറാൻ എന്നായിരുന്നു ഇസ്രായേലിൻ്റെ സ്വപ്നം. അതായത് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ പൂർണ്ണമായും തകർക്കുക, പുതുതായി ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കാതിരിക്കുക, ഈ ഡ്രോണുകളൊക്കെ തകർക്കുക. അങ്ങനെ നിരായുധീകരിക്കപ്പെട്ട ഒരു ഇറാനായിരുന്നു ഇസ്രായേൽ കണ്ട സ്വപ്നം. പക്ഷേ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ഈ വെടിനിർത്തൽ കാലയളവിൽ ഇറാൻ കുത്തിയിരുന്ന് മിസൈലുകളും ഡ്രോണുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേക്കുറിച്ച് ഈ കരാറിൽ ഒരു പരാമർശവുമില്ല. അതായത് ഇത് നശിപ്പിക്കണമെന്നോ ഇത് നിരായുധീകരിക്കണമെന്നോ ഇത് തിരിച്ച് നിർവീര്യമാക്കണമെന്നോ ഒന്നും ഈ കരാറിലില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. മിക്കവാറും അത് ഇസ്രായേലിനെ നെഞ്ചത്ത് ഉപയോഗിക്കാനാണ് സാധ്യത. എന്ന് മാത്രമല്ല ഈ ആണവോർജ്ജം എന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ച് ഈ യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഞങ്ങൾക്ക് വേണം എന്നൊക്കെ ഒരു ഘട്ടത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു. കരാറിൽ അതില്ല. അതുകൊണ്ട് തന്നെ ആ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ഇറാൻ ഉപയോഗിക്കാം. ആണവായുധം ഉണ്ടാക്കരുത് എന്ന് ട്രംപ് പറഞ്ഞിട്ടുള്ളൂ, ആ കരാറിലുള്ളൂ. അത് ഓൾറെഡി ഇറാൻ നേരത്തെ പറഞ്ഞതാണ്. അല്ലെങ്കിൽ അത് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നില്ല. ലോകത്തെ ഏത് എനർജി ഏജൻസിക്കോ ലോകത്തിലെ ഏത് രാജ്യത്തിൻ്റെ പ്രതിനിധികൾക്കോ ഇറാനിൽ വന്ന് യാഥാർത്ഥ്യം പരിശോധിക്കാവുന്നതാണ് എന്ന് പലതവണ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാതെയാണ് ട്രംപ് ആശാൻ യുദ്ധത്തിന് ഇറങ്ങിയത്. ഇപ്പോൾ ട്രംപിന് ബോധ്യപ്പെട്ടു, കുറേ അടി കിട്ടി കഴിഞ്ഞപ്പോൾ ട്രംപിന് ബോധ്യപ്പെട്ടു ഇറാൻ ആണവായുധമില്ല. അപ്പോൾ ട്രംപ് പറയണ ഞാൻ കാരണമാണ് ഇറാൻ ആണവായുധം ഉണ്ടാക്കാത്തത് എന്ന് പറഞ്ഞിട്ട് പുള്ളി ചാപ്റ്റർ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആണവായുധം നിർബാധം ആണവോർജ്ജം ഉപയോഗിക്കാനുള്ള അനുമതി, അതുപോലെ തന്നെ ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കാനും സൂക്ഷിക്കാനും അത് ഇനിയും ഉൽപ്പാദിപ്പിക്കാനും ഉപയോഗിക്കാനുമുള്ള അനുമതി, ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം, 19,400 കോടി ഡോളർ വെറുതെ കിട്ടുന്നു, ഇങ്ങോട്ടേക്ക് വരുന്നു. ഉപരോധങ്ങൾ മുഴുവൻ ഇത്രയും കാലം ഇറാൻ ആയത്തുള്ള അലി ഖാംനെയുടെ കാലത്തൊക്കെ പലതവണ ഇതിനുവേണ്ടി ശ്രമിച്ചതാണ്. ഇതൊന്നും നടന്നിരുന്നില്ല. അമേരിക്ക കട്ടുപിടുത്തമായിരുന്നു. നല്ല അടി വെച്ചു കൊടുത്തപ്പോൾ അമേരിക്ക അതും തുറന്നു കൊടുത്തു. എന്ന് മാത്രമല്ല ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നികത്തുന്നതിനെ കുറിച്ച് ഈ കരാറില്ല. മറിച്ച് ഈ ആക്രമണം കൊണ്ട് ഇറാൻ ഉണ്ടായ അപകടങ്ങൾ തകരാറുകൾ നികത്താൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, GCC രാജ്യങ്ങൾക്ക് ഇറാൻ തകർത്തതൊക്കെ അതുപോലെ കിടക്കുന്നു, ഇപ്പുറത്ത് ഇറാനെ തകർത്തത് മുഴുവൻ പുനരുദ്ധരിക്കുന്നു. അപ്പോൾ ഇറാന്റെ പവറാണ് അത്. ഇറാനെ അങ്ങനെ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ഇറാൻ സെറ്റിൽ ആവില്ല എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് ട്രംപ് ഉണ്ടാക്കിയെടുത്തൊരു കരാറാണ്. സത്യം പറഞ്ഞാൽ ഇറാൻ പറഞ്ഞതൊക്കെ ആശാൻ ഒപ്പിട്ട് കൊടുത്തു. അതാണ് സംഭവിച്ചത്. എന്തായാലും ഇതോടുകൂടി ഇറാൻ ഒരു വലിയ ശക്തിയാവുകയാണ്, ഇസ്രായേലിനൊരു വലിയ ഭീഷണിയും ഉടലെടുത്തിരിക്കുകയാണ്. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഏതോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ തലയ്ക്ക് മീതെ ഒരു വാള് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ.
അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഇനി രണ്ടാം ഘട്ട ചർച്ച വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും കൂടി എന്തായിരിക്കും ഒരു കരാർ നിയമത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു ചർച്ചയുടെ പ്രാധാന്യം എന്തായിരിക്കും, ആ ചർച്ചയിൽ എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേലിന് വരാൻ പോകുന്ന വിപത്തിനെ കുറിച്ചും. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഒരു വലിയ വിപത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ യുദ്ധം തുടങ്ങുന്നതിന് കാരണം തന്നെ ഇസ്രായേലിൻ്റെ ഭീതിയായിരുന്നു. ഇസ്രായേൽ അപ്പോൾ പറഞ്ഞ ന്യായമെന്ന് പറയുന്നത്, ഇറാൻ ശക്തരായി കഴിഞ്ഞാൽ ഞങ്ങൾ ദുരിതത്തിലാവും, ഏത് നിമിഷവും ഇറാൻ ഞങ്ങളെ കയറി ആക്രമിക്കും, ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയണം, ജൂതരുടെ ഉറക്കമാണ് ഞങ്ങൾക്ക് പ്രാധാനം, അതുപോലെ തന്നെ ജൂതരുടെ സംരക്ഷണമാണ് ഞങ്ങൾക്ക് ഏറ്റവും മുഖ്യം. ഏറ്റവും ഒടുവിൽ ഇസ്രായേലിൻ്റെ സുരക്ഷാ മന്ത്രി പറഞ്ഞത് ജൂതരുടെ ഉറക്കം നഷ്ടപ്പെടരുത്, ജൂതരുടെ സംരക്ഷണമാണ് ഞങ്ങളുടെ ലക്ഷ്യം, ജൂത രക്തം ചിന്താൻ പാടില്ല. അങ്ങനെ ജൂതർ വലിയ സംഭവമാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്, അതുകൊണ്ട് തന്നെ ഈ കരാർ ഞങ്ങളെ ബാധിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ കരാർ ലംഘിക്കാനുള്ള ധൈര്യമോ ശക്തിയോ ഇസ്രായേലിന് ഇല്ല. നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കൂ, ഇസ്രായേൽ എപ്പോഴൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ അമേരിക്കയുടെ ശക്തമായ പിന്തുണയുണ്ട്. ഈ ലെബനാനിലേക്ക് ആക്രമണം നടത്തുന്ന കാര്യമല്ല പറഞ്ഞ്, ഒരു സുദീർഘമായ ഗസയിലേക്ക് ആക്രമണം നടത്തുമ്പോൾ അതൊരു വലിയ വാർ പ്ലാൻ ആയിരുന്നു. അത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുമെന്ന് ഇസ്രായേലിന് അറിയാമായിരുന്നു. സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ മുഴുവൻ അനുഗ്രഹാശസ്സുകളും വാങ്ങി അമേരിക്കയുടെ സാമ്പത്തികവും സായുധവുമായ മുഴുവൻ പിന്തുണയും ഏകീകരിച്ചിട്ടാണ് ഇസ്രായേൽ പണിക്കിറങ്ങിയത്. ഇറാനിലേക്ക് യുദ്ധം നടത്തുമ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ഇവിടെ ഇനി ഇസ്രായേൽ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം അമേരിക്കൻ സൈന്യത്തിന് പിന്തുണ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അമേരിക്ക ഏതെങ്കിലും തരത്തിൽ പിന്തുണച്ചാൽ അപ്പോൾ ഹോർമസ് ഷട്ടർ വീഴും, അപ്പോൾ തന്നെ ഇറാൻ തിരിച്ചടിക്കും, ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തകരും, വീണ്ടും ഇപ്പോഴുണ്ടായ ആ ഗതികെട്ട സാഹചര്യം വീണ്ടും ഉണ്ടാകും. അപ്പോൾ അത്തരമൊരു ദുരന്ത സമാനമായ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ട്രംപ് എന്തായാലും തയ്യാറാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ഇസ്രായേലിന് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. ഒറ്റയ്ക്ക് ലെബനാനുമായിട്ട് എത്ര നാൾ ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ, അതാണ് ചോദ്യം. കാരണം ലെബനൻ എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ള എന്ന ഗ്രൂപ്പ് ഇറാനിൽ നിന്ന് നിർബാധം സഹായങ്ങൾ സ്വീകരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എന്ന് മാത്രമല്ല, ഹൂത്തികൾ തൊട്ടപ്പുറത്ത് കിടപ്പുണ്ട്, അവർക്ക് വേണമെങ്കിൽ ചെങ്കടൽ ബ്ലോക്ക് ചെയ്യാം. അവർ ഈ കരാറിലില്ല എന്ന് ഇസ്രായേൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് ഇസ്രായേലിനോട്ട് വെല്ലുവിളിക്കാം, ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേൽ കപ്പലുകളെ ലക്ഷ്യം വെക്കാം. അതൊന്നും ഈ കരാറിന്റെ ഭാഗമാകാൻ സാധ്യതയില്ല. കാരണം ഈ ഹൂത്തികൾ കരാറിലില്ല, ഹിസ്ബുള്ള കരാറിലില്ല, ഗസയിലെ ഹമാസ് കരാറിലില്ല എന്ന് പറഞ്ഞത് ഇസ്രായേൽ തന്നെയാണ്. ഞങ്ങൾ ആരും കരാറിലില്ല, ഞങ്ങൾ പഴയ വാർ പ്ലാനിൽ പോവാണ്, ഈ കരാറിലുള്ളത് ഇറാനും അമേരിക്കയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന് നേരെ ഇറാന്റെ ഗ്രൂപ്പുകൾക്ക് ആക്രമണം നടത്താനുള്ള സാഹചര്യമുണ്ട്. ഇനി അല്ലെങ്കിൽ ഇറാന്റെ കയ്യിൽ ഇഷ്ടം പോലെ മിസൈലുകൾ ഇരിക്കുകയല്ലേ, ഇത് ഏതെങ്കിലും മാർഗത്തിൽ ഹിസ്ബുള്ളയുടെ പക്കലേക്ക് എത്തിയാൽ, അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള സാങ്കേതിക സഹായം കൈമാറിയാൽ അത് ഇസ്രായേലിന് ശക്തമായ തിരിച്ചടിയാവും. അമേരിക്കയുടെ പിന്തുണ ഇല്ലാതെ ഇസ്രായേൽ എത്ര കാലം യുദ്ധം ചെയ്യും? അതാണ് ഇനിയുള്ള ചോദ്യം. കാരണം പരസ്യമായി ട്രംപിന് യുദ്ധം ചെയ്യാനായിട്ട് സൈന്യത്തെ കൊടുക്കാൻ പറ്റില്ല, ഏതെങ്കിലും തരത്തിൽ സഹായം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിലെ യുദ്ധത്തിന് ഇനിയും ഇറങ്ങുകയാണെങ്കിൽ അത് ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ തന്നെ ഉണ്ടാക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, നെതന്യാഹു മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, നെതന്യാഹു മത്സരിക്കാൻ ഇറങ്ങുകയാണ്. ആ ഘട്ടത്തിൽ ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടായാൽ അത് ഇസ്രായേലിന് താങ്ങാൻ പറ്റില്ല, നെതന്യാഹുവിന് താങ്ങാൻ പറ്റില്ല. അപ്പോൾ വല്ലാത്തൊരു ദുരവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിരിക്കുകയാണ്. കാരണം ഇസ്രായേൽ കാരണമാണ് യുദ്ധം ഉണ്ടായതെന്നുള്ളത് ശരി, പക്ഷേ ഇസ്രായേൽ കാരണമാണ് ഇറാൻ ഇത്രയും വലിയൊരു മുന്നേറ്റം ഉണ്ടായത്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു വിരോധാഭാസം. ഇറാനെ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേൽ അവസാനം ഇറാൻ ഒരു വലിയ വരം കൊടുത്തതുപോലെ, ഒരു നിധി കൊടുത്തതുപോലെ ഈ കാര്യങ്ങൾ ഇസ്രായേൽ ഒരു സ്വപ്നത്തിൽ കരുതിയിട്ടുണ്ടാവില്ല ഇത് കറങ്ങി സ്വന്തം നെഞ്ചത്തേക്ക് വരുമെന്ന്. ഇതിപ്പം നമുക്ക് ആലങ്കാരികമായി പറയണേ, നെതന്യാഹു ഒരു 100-150 മിസൈലുകൾ ട്രംപിനെ ഏൽപ്പിച്ചിട്ട് ഇറാന് നേരെ തൊടുത്തുവിടാൻ പറയുന്നു. ഇത് നേരെ കറങ്ങിത്തിരിഞ്ഞ് നെതന്യാഹു ഇരിക്കുന്നിടത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ നെതന്യാഹുവിൻ്റെ ആ ക്രൂരമായിട്ടുള്ള മുഖവും കട്ടപ്പിച്ചിട്ടുള്ള ഭാവവും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാനെ ഞങ്ങൾ ഫിനിഷ് ചെയ്യുമെന്ന് പറഞ്ഞ പറച്ചിലും ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചിരി വരും. സത്യം പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് ചിരിക്കും. കാരണം ഒരു ഭരണാധികാരിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഷോക്കാണ് യുദ്ധത്തിലൂടെ കാര്യങ്ങൾ അവസാനിപ്പിക്കാം, 10,000 അല്ലെങ്കിൽ 10,000 സ്ത്രീകളെയും കുട്ടികളെയും വംശഹത്യ നടത്തി തങ്ങളുടെ തീരുമാനങ്ങൾ ഈ ലോകത്ത് നടപ്പാക്കാം, ആരെ കൊന്നിട്ടായാലും വേണ്ടില്ല, ജൂതരക്തം സംരക്ഷിക്കപ്പെടണമെന്നൊരു ഒറ്റ സ്ലോഗനുമായിട്ട് ഈ ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരു ഭരണാധികാരി ഒരു രാജ്യം ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഇറങ്ങിത്തിരിച്ചവർക്ക് കിട്ടിയ തിരിച്ചടി എന്ന് പറയുന്നത് അത് ഒരു കാവ്യനീതി എന്ന നിലയിലാണ് ഞാൻ കാണുന്നത്. അതായത് അല്ലെങ്കിൽ ഇത്രയും ആത്മമിത്രങ്ങളായി നിന്ന് ട്രംപ് അവസാന നിമിഷം നേരെ യൂട്ടേൺ അടിച്ച് ഇവർക്കെതിരെ വരേണ്ട ഒരു കാര്യമില്ല. അപ്പം അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇതൊരു കാവ്യനീതിയാണ്, ഒരു ദൈവത്തിൻ്റെ നിയോഗം എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്തായാലും ഇത് ഇസ്രായേലിന് തീർത്ത് ശുഭകരമല്ല. ഇറാൻ ഒരു വലിയ ഹൈപ്പ് കൊടുക്കുകയും ചെയ്യും, ഇറാൻ അതനുസരിച്ച് വളരുകയും ചെയ്യും.
അധികം വൈകാതെ തന്നെ ഇറാൻ ലോകത്തിലെ നമ്പർ 1 പശ്ചിമേഷ്യയിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നായിട്ട് എല്ലാ അർത്ഥത്തിലും മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ കരാറിൻ്റെ തുടർച്ച എന്ന് പറയുന്നത് വിദ്യ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കരാറ് 60 ദിവസത്തേക്കൊരു ട്രയലാണ്. ഈ 60 ദിവസം വെടിനിർത്തലില്ല, പ്രാഥമികമായ ചില കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ വ്യവസ്ഥ. പക്ഷേ ഇതിൻ്റെ മുഴുവൻ വ്യവസ്ഥകളും ഈ 60 ദിവസം ചർച്ച ചെയ്യും. ഈ ചർച്ചകളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സമാധാന അന്തരീക്ഷം കുറെ കൂടി ഊഷ്മളമാക്കാനും കുറെ കൂടി സൗഹൃദപരമാക്കാനും. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഒരു ഷിയ രാജ്യമാണ്, മറ്റ് ഗൾഫ് രാജ്യങ്ങൾ സുന്നി രാജ്യങ്ങളാണ്. ഇസ്ലാമിക വ്യവസ്ഥയിൽ ഇവർ തമ്മിൽ സംഘർഷങ്ങളുണ്ട് കാലങ്ങളായിട്ട്. അപ്പോൾ ഈ സംഘർഷം അവസാനിപ്പിച്ചുകൊണ്ട് പശ്ചിമേഷ്യ മുഴുവൻ അമേരിക്കയുടെ കൂടെ പിന്തുണയോടെ ഒരു വലിയ ബിസിനസ് നെറ്റ്വർക്ക് ആകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ട്രംപിനെ സംബന്ധിച്ച് ജാതിയോ മതമോ ഒന്നല്ല അയാളുടെ പ്രശ്നം, അയാൾക്ക് ബിസിനസ്സാണ്. അയാൾക്ക് എവിടെ ബിസിനസ് നടത്താൻ പറ്റുമോ അവിടെയൊക്കെ നടത്തും. ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ ഉടമയാണ് ട്രംപ്. അദ്ദേഹത്തിൻ്റെ മരുമോനും വലിയ റിയൽ എസ്റ്റേറ്റ് ഡീലറാണ്, എണ്ണ മേഖലയിൽ വലിയ താല്പര്യമുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നല്ലൊരു ബിസിനസ് നടക്കുമെന്ന് കണ്ടാൽ ഇവിടെ കറങ്ങി തിരിഞ്ഞു നിന്ന് ഇതിൽ നിന്ന് നേടാവുന്നതൊക്കെ നേടും. ഇസ്രായേലുമായിട്ടുള്ള ബന്ധം കൊണ്ട് അമേരിക്കയ്ക്ക് വലിയ നേട്ടങ്ങളൊന്നുമില്ല. ആയുധ വിപണിയിൽ ചില പങ്കുവച്ചവടം നടത്തുന്നു എന്നുള്ളതല്ലാതെ വലിയ നേട്ടങ്ങളൊന്നും ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്നില്ല. അത് മാത്രമല്ല ഇതുപോലുള്ള കുറേ തിരിച്ചടികൾ വാങ്ങിച്ചു തരുകയും ചെയ്താശ. അപ്പം അതുകൊണ്ട് തന്നെ ഈ കരാറിലുള്ള ഈ 60 ദിവസം എന്ന് പറയുന്നത് നിർണായകമായ പല ഉപകരാറുകൾ, പല നിർണായകമായ സംരംഭങ്ങൾ, ചില അന്താരാഷ്ട്ര വ്യവസ്ഥകൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പുതിയ കുറേ നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, ഇസ്രായേലിൻ്റെ നീക്കങ്ങളോട് എങ്ങനെയാണ് ഇറാൻ പ്രതികരിക്കുക എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനം. ഈ കരാറ് തകർക്കാനും പരമാവധി സമാധാനം ഇല്ലാതാക്കാനും വെല്ലുവിളിക്കാനും ഒക്കെ ഇസ്രായേൽ കിണഞ്ഞു പരിശ്രമിക്കും. ഇതിനെ എങ്ങനെ ഇവർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ കോർ എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ച് വലിയ മുന്നേറ്റത്തിന് കളമൊരുക്കിയിരിക്കുന്നു. ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് സമാധാനം ഉടലെടുത്തിരിക്കുന്നു. പശ്ചിമേഷ്യയെ സംബന്ധിച്ച് വലിയ ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്.